ഹായ്, ഞാൻ ഡോക്ടർ അർച്ചന KS. UG ചെയ്തത് കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിൽ നിന്നാണ്. APGT 2024 എനിക്ക് 6th റാങ്ക് ആയിരുന്നു. APGT കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്തത്. ദ്രോണയിൽ ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യണത് HS ടൈമിലാണ്, HS ബാച്ചിൽ. പക്ഷേ ആ സമയത്ത് കാര്യമായിട്ടുള്ള പ്രിപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇൻറ്റേൺഷിപ്പിന് ശേഷം ദ്രോണ പ്രൈം ബാച്ചിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് ഒരു 8-9 മന്ത്സോളം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രിപ്പറേഷന്. അപ്പോൾ ആ ഒരു ടൈമിൽ ദ്രോണ നോട്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുവിധം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ നോട്ട്സൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലൈവ് ക്ലാസ്, കോൺടാക്ട് ക്ലാസ് അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ദ്രോണയിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായി തോന്നിയത് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം തന്നെയാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതിനകത്ത്. പ്രത്യേകിച്ച് നമ്മളൊരു ഗ്രൂപ്പായിരുന്നു ഡെയിലി കുറച്ച് സമയം പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ മാറ്റിവെക്കുക. അതുപോലെ തന്നെ ലോങ് ടേം, ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വീക്ക്ലി എക്സാംസിലാണെങ്കിലും അതിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. വീക്ക്ലി എക്സാംസിൽ തന്നെ APGT മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും. അസേർഷൻ, റീസൺ, മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ APGTക്ക് വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തൊട്ടേ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിച്ചത് ലാസ്റ്റ് എക്സാമിന് ഹെൽപ്ഫുള്ളായി. എക്സാം സ്ട്രാറ്റജീസ് ആണെങ്കിൽ ആദ്യം തന്നെ കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ലാസ്റ്റിലേക്കാണെങ്കിലും നമുക്കൊരു 2-3 റിവിഷനുള്ള ടൈം കിട്ടും. അതുപോലെ പോർഷൻസ് കുറച്ച് കവറായി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്ത് തുടങ്ങാം. ഡെയിലി ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണ്. എക്സാമിൻ്റെ ഒരു 4 മന്ത്സ് മുന്നേയായിട്ട് ഞാൻ ദ്രോണ ഗുരുകുൽ ഹോസ്റ്റലിലേക്കും കൂടെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷമാണെങ്കിൽ പഠിക്കാനാണെങ്കിലും കുറച്ചും കൂടെ സമയം കിട്ടി. അതുപോലെ കമ്പൈൻഡ് സ്റ്റഡി, പിന്നെ ആ ഒരു ഗോളിലോട്ട് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയെന്ന് തോന്നിയതും അവിടെ എത്തിയതിന് ശേഷമാണ്. ദ്രോണയിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മാക്സിമം മനസ്സിലാക്കി തരാനാണെങ്കിലും എക്സാമിൻ്റെ ആ 1 മാസം മുന്നേ, കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ നമുക്ക് ഒട്ടും സ്ട്രെസ് ഇല്ലാതെ മാക്സിമം കൂളായിട്ട് എക്സാം എഴുതാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റാങ്ക് കിട്ടിയതിൽ ദൈവത്തിൻ്റെ അടുത്തും പിന്നെ എൻ്റെ വീട്ടുകാർ, എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട്. അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്, സപ്പോർട്ട് എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുപോലെ ഇപ്രാവശ്യം APGTക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് മാക്സിമം റിവൈസ് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുക, ദ്രോണയിൽ വിശ്വസിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു.